ശാന്തി 26/2/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് അപാര സന്തോഷമുണ്ടായിരിക്കണം. നമ്മൾ ഇപ്പോൾ പഴയ വസ്ത്രം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകും. പിന്നെ പുതിയ വസ്ത്രം പുതിയ ലോകത്തിൽ സ്വീകരിക്കും. ചോദ്യം: ഡ്രാമയുടെ ഏതൊരു രഹസ്യം അതിസൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒന്നാണ്? ഉത്തരം: ഈ ഡ്രാമ പേനിനെ പോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ടിക് ടിക്, അതായത് നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ആരുടെ ഏതൊരു ആക്ട് നടന്നുവോ അത് വീണ്ടും കൃത്യമായി 5000 വർഷത്തിനു ശേഷം റിപ്പീറ്റാകും. ഈ രഹസ്യം വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഏത് കുട്ടികളാണോ ഈ രഹസ്യം യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാത്തത്, അവർ പറയും ഡ്രാമയിൽ ഉണ്ടായിരിക്കുമെങ്കിൽ പുരുഷാർത്ഥം ചെയ്യും എന്ന്. അവർക്ക് ഉയർന്ന പദവി നേടുവാൻ സാധിക്കില്ല. ഓം ശാന്തി. കുട്ടികൾക്ക് ബാബയുടെ തിരിച്ചറിവ് ലഭിച്ചു. പിന്നെ ബാബയിൽ നിന്നും സമ്പത്ത് നേടണം, പാവനവും ആകണം. ഹേ പതീത പാവന, വന്ന് നമ്മളെ പാവനമാക്കൂ എന്ന് പറയുകയും ചെയ്യുന്നു. കാരണം നമ്മൾ പതീത ബുദ്ധിയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ബുദ്ധിയും പറയുന്നു, ഇത് പതീത അയൺ ഏജ്ഡ് ലോകമാണ്. പുതിയ ലോകത്തെ സതോ പ്രധാനമെന്നും പഴയ ലോകത്തെ തമോ പ്രധാനം എന്നും പറയുന്നു. കുട്ടികളായി നിങ്ങൾക്ക് ഇപ്പോൾ ബാബയെ ലഭിച്ചിരിക്കുകയാണ്. ഭക്തർക്ക് ഭഗവാനെ ലഭിച്ചു. ഭക്തിക്ക് ശേഷം ഭഗവാൻ വന്ന് ഭക്തിയുടെ ഫലം നൽകുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. കാരണം പ്രയത്നിക്കുന്നു, അപ്പോൾ ഫലവും ആവശ്യപ്പെടുന്നു. ഭക്തർ എന്താണ് പ്രയത്നിക്കുന്നത്? അത് നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങൾ പകുതി കൽപ്പം ഭക്തി മാർഗത്തിൽ തിക്കും തിരക്കും കൊണ്ട് ക്ഷീണിച്ചു പോയി. ഭക്തിയിൽ വളരെയധികം പ്രയത്നിച്ചു. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. പ്രയത്നിക്കുന്നത് നേട്ടത്തിനു വേണ്ടിയാണ്. ഭഗവാൻ വന്ന് ഭക്തിക്കുള്ള ഫലം നൽകും എന്ന് മനസ്സിലാക്കുന്നു. ഫലം നൽകുന്നവൻ ഏതായാലും ഭഗവാൻ തന്നെയാണ്. ഭക്തർ ഭഗവാനെ ഓർമ്മിക്കുന്നു, കാരണം ഭക്തിയിൽ ദുഃഖമുണ്ട്. അപ്പോൾ പറയുന്നു, വന്ന് നമ്മുടെ ദുഃഖം ഹരിക്കൂ, പാവനമാക്കൂ. ഇപ്പോൾ രാവണ രാജ്യമാണ് എന്നാരും അറിയുന്നില്ല. രാവണൻ തന്നെയാണ് പതീതമാക്കിയത്. രാമരാജ്യം വേണം എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ അത് എപ്പോൾ എങ്ങനെ ഉണ്ടാകും എന്ന് ആർക്കും അറിയില്ല. ആത്മാവ് ഉള്ളിൽ മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ രാവണ രാജ്യമാണ്. ഇത് ഭക്തിമാർഗം തന്നെയാണ്. ഭക്തർ വളരെയധികം നൃത്ത വിനോദങ്ങൾ നടത്തുന്നു. സന്തോഷവും ഉണ്ടാകുന്നു, പിന്നെ കരയുകയും ചെയ്യുന്നു. ഭഗവാനോടുള്ള സ്നേഹത്തിൽ കണ്ണുനീർ വരുന്നു. എന്നാൽ ഭഗവാനെ അറിയുന്നില്ല. ആരോടുള്ള സ്നേഹത്താലാണോ കണ്ണുനീർ വരുന്നത്, ആ ഒന്നിനെ അറിയേണ്ടതാണല്ലോ. ചിത്രങ്ങളിലൂടെ എന്തെങ്കിലും ലഭിക്കുക സാധ്യമല്ല. പിന്നെ വളരെയധികം ഭക്തി ചെയ്യുകയാണെങ്കിൽ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ഇത്രമാത്രം. അത് തന്നെ അവരെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ കാര്യമാണ്. ഭഗവാൻ സ്വയം തന്നെ വന്ന് തൻ്റെ പരിചയം നൽകുന്നു. ഞാൻ ആരാണ്, ഞാൻ ആരാണ്, എങ്ങനെയാണ്, ലോകത്തിൽ ആരും അറിയുന്നില്ല. നിങ്ങളിലും ആരാണോ ബാബ എന്ന് പറയുന്നത്, അവരിലും ചിലർ പക്വമാണ്, ചിലർ അപക്വമാണ്. ദേഹാഭിമാനം ഇല്ലാതാകുന്നതിൽ തന്നെയാണ് പ്രയത്നം ഉണ്ടാകുന്നത്. ദേഹി അഭിമാനി ആകേണ്ടി വരും. ബാബ പറയുന്നു, നിങ്ങൾ ആത്മാവാണ്. നിങ്ങൾ 84 ജന്മങ്ങൾ എടുത്ത് തമോ പ്രധാനം ആയിരിക്കുന്നു. ഇപ്പോൾ ആത്മാവിന് 3ാമത്തെ നേത്രം ലഭിച്ചിരിക്കുന്നു. ആത്മാവ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളായി നിങ്ങൾക്ക് മുഴുവൻ സൃഷ്ടിചക്രത്തിൻ്റെ നോളജ് ബാബ നൽകുന്നു. ബാബ നോളജ് ഫുള്ളാണ്. അപ്പോൾ കുട്ടികൾക്കും നോളജ് നൽകുന്നു. ചിലർ ചോദിക്കുന്നു, കേവലം നിങ്ങൾ മാത്രമാണോ 84 ജന്മം എടുക്കുന്നത്? പറയൂ, അതെ. നമ്മളിൽ ചിലർ 84,
ചിലർ 82 ജന്മങ്ങൾ എടുക്കുന്നു. ഏറ്റവും അധികം 84 ജന്മം തന്നെയാണ് എടുക്കുന്നത്. ആരാണോ തുടക്കത്തിൽ വരുന്നത് അവരുടേതാണ് 84 ജന്മം. ആര് നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന പദവി നേടുന്നു അവർ വേഗം വരും. മാലയിൽ സമീപത്ത് കോർക്കപ്പെടും. ഏതുപോലെ പുതിയ വീട് തയ്യാറാകുന്നു. അപ്പോൾ മനസ്സിൽ തോന്നുന്നു, വേഗം തയ്യാറായെങ്കിൽ നമ്മൾ പോയി ഇരുന്നേനെ. കുട്ടികളായ നിങ്ങൾക്കും സന്തോഷമുണ്ടായിരിക്കണം. ഇപ്പോൾ നമുക്ക് ഈ പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയതെടുക്കേണ്ടതുണ്ട്. നാടകത്തിൽ ആക്ടേഴ്സ് അരമണിക്കൂർ മുമ്പേ തന്നെ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. ടൈം പൂർത്തിയായെങ്കിൽ വീട്ടിൽ പോകാമായിരുന്നു. ആ ടൈം വന്നു ചേരുന്നു. കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ച് പരിധിയില്ലാത്ത വാച്ചാണ്. നിങ്ങൾക്കറിയാം, എപ്പോഴാണോ കർമാതീത അവസ്ഥ നേടുന്നത് അപ്പോൾ പിന്നെ ഇവിടെ കഴിയുകയില്ല. കർമാതീതം ആകുന്നതിനു വേണ്ടിയും ഓർമ്മയിലിരിക്കേണ്ടി വരും. വലിയ പ്രയത്നമുണ്ട്. പുതിയ ലോകത്തിൽ നിങ്ങൾ പോകുന്നു. പിന്നെ ഓരോരോ ജന്മത്തിലും കല കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പുതിയ കെട്ടിടത്തിൽ 6 മാസം ഇരിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ അടയാളങ്ങൾ ഉണ്ടാകുന്നുവല്ലോ, അല്പം വ്യത്യാസമുണ്ടാകുന്നു. അപ്പോൾ അവിടെ പുതിയ ലോകത്തിലും ചിലർ ആദ്യമേ വരും, ചിലർ അല്പം വൈകിയായിരിക്കും വരുന്നത്. ആദ്യം ആര് വരുമോ അവരെ സദോ പ്രധാനം എന്ന് പറയും. പിന്നെ പതുക്കെ പതുക്കെ കല കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഡ്രാമയുടെ ചക്രം പേനിനെ പോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ടിക് ടിക്, അതായത് നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. മുഴുവൻ ലോകത്തിലും ആരുടെ ഏതെല്ലാം പാർട്ട് നടക്കുന്നു എന്നത് നിങ്ങൾ അറിയുന്നു. ഈ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് മനസ്സിലാക്കേണ്ട വളരെ സൂക്ഷ്മമായ കാര്യങ്ങളാണ്. ബാബ അനുഭവത്തിൽ നിന്നും കേൾപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ പഠനം വീണ്ടും 5000 വർഷത്തിനു ശേഷം റിപ്പീറ്റ് ആകും. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട കളിയാണ്. ഈ ചക്രത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. ഇതിൻ്റെ ക്രിയേറ്റർ, ഡയറക്ടർ, മുഖ്യ ആക്ടർ ആരാണ്? ഒന്നും അറിയുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ 84 ജന്മമെടുത്ത് ഇപ്പോൾ തിരികെ പോകുന്നു. നമ്മൾ ആത്മാവാണ്. ദേഹി അഭിമാനിയാകണം. അപ്പോഴാണ് സന്തോഷത്തിൻ്റെ രസം കയറുന്നത്. മറ്റത് പരിധിയുള്ള നാടകമാണ്. ഇത് പരിധിയില്ലാത്തതാണ്. ബാബ ആത്മാക്കളായ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന സമയത്ത് ഇത് സംഭവിക്കും എന്നൊന്നും പറയുകയില്ല. ബാബയോട് ഏതൊരു കാര്യം ചോദിച്ചാലും പറയുന്നു, ഡ്രാമയിൽ എന്താണോ പറയേണ്ടതായിട്ടുള്ളത് അത് പറഞ്ഞു തരുന്നു. ഡ്രാമയനുസരിച്ച് ഏതൊരു ഉത്തരം ലഭിക്കണമായിരുന്നുവോ അത് ലഭിച്ചു, ഇത്രമാത്രം. അതിലൂടെ നടന്നുകൊണ്ടിരിക്കണം. ഡ്രാമയെ കൂടാതെ ബാബയ്ക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. പല കുട്ടികളും പറയുന്നു, ഡ്രാമയിൽ ഉണ്ടായിരിക്കുമെങ്കിൽ പുരുഷാർത്ഥം ചെയ്യും. അവർക്ക് ഒരിക്കലും ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. ബാബ പറയുന്നു, പുരുഷാർത്ഥം നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്. ഡ്രാമ നിങ്ങളെ പുരുഷാർത്ഥം ചെയ്യിക്കുന്നു, കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ. ചിലർ എന്ത് ഡ്രാമയിൽ ഉണ്ടായിരിക്കുമോ എന്ന് ഡ്രാമയിൽ തന്നെ നിന്നു പോകുന്നു. അപ്പോൾ മനസ്സിലാക്കുന്നു, ഇവരുടെ ഭാഗ്യത്തിൽ ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് സ്മൃതി വന്നു, നമ്മൾ ആത്മാവാണ്. നമ്മൾ ഈ പാർട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുന്നു. ആത്മാവും അവിനാശിയാണ്, പാർട്ടും അവിനാശിയാണ്. 84 ജന്മങ്ങളുടെ പാർട്ട് ആത്മാവിൽ അടങ്ങിയിട്ടുണ്ട്. വീണ്ടും അതേ പാർട്ട് അഭിനയിക്കും. ഇതിനെ പ്രകൃത്യാ ഉള്ളത് എന്ന് പറയുന്നു. പ്രകൃത്യാ ഉള്ളതിൻ്റെ എന്ത് വിസ്താരം ചെയ്യുവാനാണ്? ഇപ്പോൾ മുഖ്യ കാര്യം ഇതാണ്, പാവനം തീർച്ചയായും ആകണം. ഈ ചിന്തയാണുള്ളത്. കർമ്മം ചെയ്യുമ്പോഴും ബാബയുടെ ഓർമ്മയിലിരിക്കണം. നിങ്ങൾ ഒരു പ്രിയതമൻ്റെ പ്രിയതമമാരാണ്. ഒരു പ്രിയതമനെ എല്ലാ പ്രിയതമന്മാരും ഓർമ്മിക്കുന്നു. ആ പ്രിയതമൻ പറയുന്നു, ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ. ഞാൻ നിങ്ങളെ പാവനമാക്കുവാൻ വന്നിരിക്കുന്നു. നിങ്ങൾ എന്നെ തന്നെയാണ് പതീത പാവനൻ എന്ന് പറയുന്നത്. പിന്നെ എന്നെ മറന്ന് ഗംഗയെ എന്തുകൊണ്ട് പതീത പാവനി എന്ന് പറയുന്നു? ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ തന്നെയാണ് പതീത പാവനൻ.
ഇപ്പോൾ പതീത പാവനൻ എന്ന് ശ്രീകൃഷ്ണനെ മനസ്സിലാക്കി ഒരിക്കലും ഓർമ്മിക്കാൻ കഴിയില്ല. എന്നാൽ ഭഗവാൻ എങ്ങനെയാണ് വരുന്നത്? ഇതാരും അറിയുന്നില്ല. ശ്രീകൃഷ്ണന്റെ ആത്മാവ് സത്യയുഗത്തിൽ ഉണ്ടായിരുന്നു. ആ ഒന്ന് അനേകം രൂപങ്ങൾ ധാരണ ചെയ്ത് ഇപ്പോൾ തമോ പ്രധാനം ആയിരിക്കുകയാണ്. വീണ്ടും സദോ പ്രധാനം ആകുന്നു. ശാസ്ത്രങ്ങളിൽ ഈ തെറ്റ് വരുത്തിയിരിക്കുകയാണ്. ഈ തെറ്റും എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ വന്ന് തെറ്റ് പറ്റാത്തവർ ആക്കുമല്ലോ. ഈ തെറ്റുകളും ഡ്രാമയിലുണ്ട്, വീണ്ടും ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. ശിവഭഗവാൻ ഉവാച. ഭഗവാൻ എന്ന് പറയുന്നതും ശിവനെയാണ്. ഭഗവാൻ ഒന്ന് തന്നെയാണ്. എല്ലാ ഭക്തർക്കും ഫലം നൽകുന്നവൻ ഒരു ഭഗവാനാണ്. ആ ഒന്നിനെ ആർക്കും അറിയുവാൻ സാധിക്കുന്നില്ല. ആത്മാവ് പറയുന്നു, ഓ ഗോഡ് ഫാദർ. ആ ലൗകിക ഫാദറാണെങ്കിൽ ഇവിടെയുണ്ട്. എന്നിട്ടും ആ പിതാവിനെ ഓർമ്മിക്കുന്നു. അപ്പോൾ ആത്മാവിന് 2 ഫാദർ ഉണ്ടാകുന്നു. ഭക്തിമാർഗത്തിൽ ആ ഫാദറിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവ് തീർച്ചയായും ഉണ്ട്. ഇത്രയും ആത്മാക്കൾക്കേവർക്കും അവരവരുടെ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ഒരു ശരീരം ഉപേക്ഷിച്ച് പിന്നെ മറ്റൊന്ന് സ്വീകരിച്ച് പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ബാബ തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇങ്ങനെ പറയുകയും ചെയ്യുന്നു, നമ്മൾ ഇവിടെ പാർട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുകയാണ്. ഇത് ഒരു അരങ്ങാണ്. ഇതിൽ ഈ ചന്ദ്രൻ, നക്ഷത്രങ്ങൾ തുടങ്ങിയവയെല്ലാം വിളക്കുകളാണ്. ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മനുഷ്യർ ദേവത എന്ന് പറയുന്നു. കാരണം ഇവർ വളരെ നല്ല കാര്യം ചെയ്യുന്നു, തിളങ്ങുന്നു, ആർക്കും പ്രയാസം കൊടുക്കുന്നില്ല, എല്ലാവർക്കും സുഖം നൽകുന്നു, വളരെയധികം കാര്യം ചെയ്യുന്നു. അതിനാൽ ഇവയെ ദേവത എന്ന് പറയുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ ഇവർ ദേവതയെ പോലെയാണ് എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പോൾ വാസ്തവത്തിൽ ദേവതമാർ സത്യയുഗത്തിലാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും സുഖം നൽകുന്നവരായിരുന്നു. എല്ലാവരെ പ്രതിയും ഉണ്ടായിരുന്നു. അതിനാൽ ദേവതമാരുമായി അവരുടെ താരതമ്യം ചെയ്തിരിക്കുന്നു. ദേവതമാരുടെ ഗുണവും പാടപ്പെടുന്നു. അവരുടെ മുന്നിൽ പോയി പാടുന്നു, നിർഗുണരായ നമ്മളിൽ ഒരു ഗുണവുമില്ല. അങ്ങേക്ക് മാത്രമേ ദയ കാണിക്കാനാകൂ. അങ്ങേക്ക് ദയ വരുന്നുണ്ടാകും. ബാബ പറയുന്നു, ദയ ഉണ്ടായിരിക്കുകയാണ്. അതിനാലാണ് വീണ്ടും വന്നിരിക്കുന്നത്, നിങ്ങളെ ഗുണവാൻ ആക്കുവാൻ. നിങ്ങൾ പൂജ്യരായിരുന്നു, ഇപ്പോൾ പൂജാരിയായിരിക്കുന്നു. വീണ്ടും പൂജ്യരാകൂ. ഹംസോ, ഞാൻ അതാകുന്നു എന്നതിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. മനുഷ്യർ പറയുന്നു, ആത്മാ സോ പരമാത്മാ, പരമാത്മാ സോ ആത്മാ. ബാബ പറയുന്നു, ഇത് റോങ് ആണ്. നിങ്ങൾ ആത്മാക്കൾ നിരാകാരമായിരുന്നു. പിന്നെ ദേവതയും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമായി. ഇപ്പോൾ ബ്രാഹ്മണ വർണ്ണത്തിൽ വന്നിരിക്കുന്നു. ആത്മാവ് ആദ്യം സദോ പ്രധാനം, സദോ രജോ തമോയിലേക്ക് വരുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ നോളജ് ബാബ കൽപ്പകൽപ്പങ്ങളിൽ സംഗമയുഗത്തിൽ നമുക്ക് വന്ന് നൽകുന്നു. തീർച്ചയായും ഭാരതം സ്വർഗമായിരുന്നു. അവിടെ എത്ര കുറച്ചു മനുഷ്യരാണ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ കലിയുഗമാണ്. എല്ലാ ധർമ്മവും വന്നു കഴിഞ്ഞു. സത്യയുഗത്തിൽ മറ്റേതെങ്കിലും ധർമ്മം ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരിക്കുന്നത് തന്നെ ഒരു ധർമ്മമാണ്. ബാക്കി എല്ലാ ആത്മാക്കളും പോകുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ പഴയ ലോകത്തിൻ്റെ വിനാശം മുന്നിൽ നിൽക്കുന്നു. ബാബ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആര് വന്നാലും പറയൂ, ഇത് പരിധിയില്ലാത്ത ഘടികാരമാണ്. ബാബ ദിവ്യ ദൃഷ്ടി നൽകി ഈ ഘടികാരം ഉണ്ടാക്കിച്ചു. ഏതുപോലെ ആ ഘടികാരം നിങ്ങൾ അടിക്കടി നോക്കുന്നു. ഇപ്പോൾ ഈ പരിധിയില്ലാത്ത ഘടികാരം ഓർമ്മ വരുന്നു. ബാബ ബ്രഹ്മാവിലൂടെ ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപനയും ശങ്കറിലൂടെ ആസുരീയ ലോകത്തിൻ്റെ വിനാശവും ചെയ്യിക്കുന്നു. ബുദ്ധിയും പറയുന്നു, ചക്രം തീർച്ചയായും തിരിയേണ്ടതുണ്ട്. കലിയുഗത്തിന് ശേഷം സത്യയുഗം വരും. ഇപ്പോൾ മനുഷ്യരും ധാരാളമുണ്ട്. ഉപദ്രവങ്ങളും വളരെയധികം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മിസൈൽസും അതുതന്നെയാണ്. ശാസ്ത്രങ്ങളിൽ എത്ര കഥകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്.
ബാബ വന്ന് വേദശാസ്ത്രങ്ങളുടെ സാരം മനസ്സിലാക്കിച്ചു തരുന്നു. മുഖ്യ ധർമ്മവും 4 ഈ ബ്രാഹ്മണധർമ്മം 5-ാമത്തേതാണ്. ഏറ്റവും ഉയർന്നതിലും ഉയർന്നതാണ് ഈ ചെറിയ ധർമ്മം. യജ്ഞത്തിൻ്റെ സംരക്ഷണം ചെയ്യുന്നവർ ബ്രാഹ്മണരാണ്. ഇത് ജ്ഞാനയജ്ഞമാണ്. ഉപദ്രവങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനായി യജ്ഞം രചിക്കുന്നു. ഈ യുദ്ധവും മറ്റും നടക്കരുത് എന്നവർ വിചാരിക്കുന്നു. ഈ യുദ്ധം നടക്കാതിരുന്നാൽ സത്യയുഗം എങ്ങനെ വരും? ഇത്രയും മനുഷ്യരെല്ലാം എവിടെ പോകും? ഞാൻ എല്ലാ ആത്മാക്കളെയും കൊണ്ടുപോകുന്നു. അപ്പോൾ തീർച്ചയായും ശരീരം ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും. നിങ്ങൾ വിളിക്കുകയും ചെയ്യുന്നു, ഹേ ബാബ, വന്ന് നമ്മളെ പതീതത്തിൽ നിന്നും പാവനമാക്കൂ. ബാബ പറയുന്നു, എനിക്ക് തീർച്ചയായും പഴയ ലോകത്തിൻ്റെ വിനാശം ചെയ്യിക്കേണ്ടതുണ്ട്. പാവന ലോകം സത്യയുഗമാണ്. എല്ലാവരെയും മുക്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. എല്ലാവരും കാലനെ വിളിക്കുന്നുവല്ലോ. നമ്മൾ കാലന്മാരുടെയും കാലനെയാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ്. ആത്മാക്കളെ മോശമായ ലോകത്തിൽ നിന്നും മാറ്റി ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് നല്ല കാര്യമാണല്ലോ. നിങ്ങൾക്ക് മുക്തിയിൽ പോയ ശേഷം പിന്നെ ജീവൻ മുക്തിയിൽ വരേണ്ടതുണ്ട്, പിന്നെ ജീവൻ ബന്ധനത്തിൽ. ഇത്രയും പേരേവരും സത്യയുഗത്തിൽ വരികയില്ല, പിന്നെ നമ്പർ അനുസരിച്ച് വരും. അതിനാൽ ഇപ്പോൾ ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കൂ. അവസാനം ആര് വരുന്നോ അവർക്ക് പാർട്ട് തന്നെ കുറച്ചേ ഉള്ളൂ. ആദ്യം തീർച്ചയായും അവർ സുഖം നേടും. നിങ്ങളുടെ പാർട്ട് ഏറ്റവും ഉയർന്നതാണ്. നിങ്ങൾ വളരെയധികം സുഖം നേടുന്നു. ധർമ്മസ്ഥാപകർ കേവലം ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു, ആരെയും ലിബറേറ്റ് ചെയ്യുന്നില്ല. ബാബയാണെങ്കിൽ ഭാരതത്തിൽ വന്ന് സർവർക്കും ജ്ഞാനം നൽകുന്നു. ആ ഒന്ന് സർവരുടെയും പതീത പാവനാണ്. എല്ലാവരെയും ലിബറേറ്റ് ചെയ്യുന്നു. ധർമ്മസ്ഥാപകരാരും സദ്ഗതി ചെയ്യാൻ വരുന്നില്ല. അവർ വരുന്നത് ധർമ്മം സ്ഥാപിക്കുവാനാണ്. അവർ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകുന്നില്ല. എല്ലാവരെയും ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും ബാബ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ആരാണോ ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് സുഖം നൽകുന്നത് അവരുടെ തന്നെ തീർത്ഥസ്ഥാനമാണ് ഉണ്ടാകുന്നത്. മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. വാസ്തവത്തിൽ സത്യമായ തീർത്ഥാടനം ഒരു ബാബയുടേത് തന്നെയാണ്. മഹിമയും ഒന്നിൻ്റേത് തന്നെയാണ്. എല്ലാവരും ആ ഒന്നിനെ വിളിക്കുന്നു, ഹേ ലിബറേറ്റർ, വരൂ. ഭാരതം തന്നെയാണ് സത്യമായ തീർത്ഥസ്ഥാനം. അവിടെ ബാബ വന്ന് സർവർക്കും മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നു. അപ്പോൾ നിങ്ങൾ പിന്നെ ഭക്തിമാർഗത്തിൽ ആ ഒന്നിൻ്റെ വലിയ വലിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നു. വജ്രവൈഡൂര്യങ്ങളുടെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു. സോമനാഥൻ്റെ എത്ര ഭംഗിയുള്ള ക്ഷേത്രമുണ്ടാക്കുന്നു. ഇപ്പോൾ നോക്കൂ, ബാബ എവിടെയാണ് ഇരിക്കുന്നത്? പതീത ശരീരത്തിൽ, പതീത ലോകത്തിൽ. നിങ്ങൾ തന്നെയാണ് തിരിച്ചറിഞ്ഞത്. നിങ്ങൾ ബാബയുടെ സഹായിയാകുന്നു. മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നതിൽ ആര് സഹായിക്കുമോ അവർക്ക് ഉയർന്ന പദവി ലഭിക്കും. ഇത് നിയമമാണ്. ബാബ പറയുന്നു, പ്രയത്നിക്കൂ. വളരെ പേർക്ക് വഴി പറഞ്ഞു കൊടുക്കൂ. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. 84ൻ്റെ ചക്രം മുന്നിലുണ്ട്. ഇത് അന്ധന്മാരുടെ മുന്നിലെ കണ്ണാടി പോലെയാണ്. ഈ ഡ്രാമ കൃത്യമായി റിപ്പീറ്റ് ആകുന്നു. എന്നിരുന്നാലും എന്നെ ആരും അറിയുകയില്ല. എൻ്റെ ക്ഷേത്രം കൊള്ളയടിച്ചാൽ ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നൊന്നുമല്ല. ഡ്രാമയിൽ കൊള്ളയടിക്കുന്നതിൻ്റേത് തന്നെയാണ് ഉള്ളത്. വീണ്ടും കൊള്ളയടിച്ചു കൊണ്ടുപോകും. എന്നെ വിളിക്കുന്നത് തന്നെ പതീതത്തിൽ നിന്നും പാവനമാക്കൂ എന്നാണ്. അപ്പോൾ ഞാൻ വന്ന് കുട്ടികളായി നിങ്ങളെ പഠിപ്പിക്കുന്നു. ഡ്രാമയിൽ വിനാശവും അടങ്ങിയിട്ടുണ്ട്. അത് വീണ്ടും ഉണ്ടാകും. വിനാശം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഊതുന്നൊന്നുമില്ല. ഈ മിസൈൽസ് മറ്റും ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ്. ഞാനും ഡ്രാമയുടെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ പാർട്ട് ഏറ്റവും വലുതാണ്. സൃഷ്ടിയെ പരിവർത്തനപ്പെടുത്തുക, പതീതത്തിൽ നിന്നും പാവനമാക്കുക എന്നത്. ഇപ്പോൾ സമർത്ഥം ആരാണ്? ഞാനോ ഡ്രാമയോ? രാവണനും ഡ്രാമയനുസരിച്ച് വരിക തന്നെ വേണം.
ഏത് നോളജ് എന്നിലുണ്ടോ അത് വന്ന് നൽകുന്നു. നിങ്ങൾ ശിവ് ബാബയുടെ സേനയാണ്, രാവണന്റെ മേൽ ജയം നേടുന്നു. ബാബ പറയുന്നു, സെന്റേഴ്സ് തുറന്നുകൊണ്ടിരിക്കൂ. ഞാൻ വരുന്നത് പഠിപ്പിക്കാനാണ്. ഞാൻ ഒന്നും സ്വീകരിക്കുന്നില്ല. പൈസ എന്തെല്ലാമുണ്ടോ അത് ഇതിൽ സഫലമാക്കൂ. എല്ലാം ഇല്ലാതാക്കി വിശന്ന് മരിക്കണം എന്നൊന്നുമല്ല. ആരും വിശന്ന് മരിക്കുക സാധ്യമല്ല. ബാബ സർവ്വതും നൽകി, പിന്നെ വിശന്ന് മരിക്കുന്നുണ്ടോ? നിങ്ങൾ വിശന്ന് മരിക്കുമോ? ശിവ് ബാബയുടെ ഭണ്ഡാരയാണ്. ഇക്കാലത്ത് ലോകത്തിൽ നോക്കൂ, എത്ര മനുഷ്യർ വിശന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് ബാബയിൽ നിന്നും പൂർണ്ണ സമ്പത്ത് നേടുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. ഇത് ആത്മീയ നേച്ചർ ക്യൂറാണ്. തീർത്തും സിമ്പിളായ കാര്യം കേവലം വായിലൂടെ പറയുന്നു. മന്മനാഭവ. ആത്മാവിനെ ക്യൂർ ചെയ്യുന്നു. അതിനാൽ ബാബയെ അവിനാശി സർജൻ എന്നും പറയുന്നു. എത്ര നല്ല ഓപ്പറേഷൻ പഠിപ്പിക്കുന്നു. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ സർവ്വ ദുഃഖവും അകന്നു പോകും. ചക്രവർത്തി രാജാവാകും. ഈ മുള്ളുകളുടെ കാട്ടിൽ കഴിയുമ്പോഴും ഇങ്ങനെ മനസ്സിലാക്കൂ, നമ്മൾ പുഷ്പങ്ങളുടെ പൂന്തോട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പരം ഓർമ്മ വരുത്തിക്കൊണ്ടിരിക്കൂ. അള്ളാഹുവിനെ ഓർമ്മിക്കൂ, എങ്കിൽ ബേ അഥവാ ചക്രവർത്തി പദം ലഭിക്കും. ശരി. മധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഉയർന്ന പദവി നേടുന്നതിനായി ബാബയുടെ പരിപൂർണ സഹായിയാകണം. അന്ധർക്ക് വഴി കാണിച്ചു കൊടുക്കണം. പരിധിയില്ലാത്ത ഘടികാരം സദാ ഓർമ്മ വയ്ക്കണം. യജ്ഞത്തെ സംരക്ഷിക്കുന്നതിനായി സത്യസത്യമായ ബ്രാഹ്മണനാകണം. ധനം തുടങ്ങി എന്തെല്ലാമുണ്ടോ അതിനെ സഫലമാക്കി ബാബയിൽ നിന്നും പൂർണ്ണ സമ്പത്ത് നേടണം. വരദാനം: മന്മനാഭവയുടെ വിധിയിലൂടെ ബന്ധനങ്ങളുടെ ബീജത്തെ സമാപ്തമാക്കുന്ന നഷ്ടോമോഹ സ്മൃതി സ്വരൂപമായി ഭവിക്കട്ടെ. ബന്ധനങ്ങളുടെ ബീജമാണ് സംബന്ധം. ബാബയുമായി സർവസംബന്ധവും യോജിപ്പിച്ചു കഴിഞ്ഞു എന്നിരിക്കെ ആരിലെങ്കിലും എങ്ങനെയാണ് മോഹമുണ്ടാകാൻ കഴിയുക? സംബന്ധമില്ലാതെ മോഹം ഉണ്ടാകുന്നില്ല. മോഹം ഇല്ലെങ്കിൽ ബന്ധനമില്ല. ബീജത്തെ തന്നെ ഇല്ലായ്മ ചെയ്തുവെങ്കിൽ ബീജമില്ലാതെ വൃക്ഷം എങ്ങനെ ജനിക്കും? അഥവാ ഇപ്പോൾ വരെയും ബന്ധനമുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നത് ഇതാണ്: അല്പം മുറിച്ചു, അല്പം യോജിപ്പിച്ചു. അതിനാൽ മന്മനാഭവയുടെ വിധിയിലൂടെ മനസ്സിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായി നഷ്ടോമോഹ സ്മൃതി സ്വരൂപമാകൂ. പിന്നെ എന്തു ചെയ്യട്ടെ, ബന്ധനമുണ്ട്, മുറിയുന്നില്ല എന്ന പരാതികൾ സമാപ്തമായിക്കൊള്ളും. സ്ലോഗൻ: ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ശ്വാസം ഉന്മേഷവും ഉത്സാഹവുമാണ്. അതിനാൽ ഏതൊരു പരിതസ്ഥിതിയിലും ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും പ്രഷർ കുറഞ്ഞു പോകരുത്. അവ്യക്ത സൂചന: ഏകാന്ത പ്രിയരാകൂ. ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. എത്രത്തോളം സേവനത്തിൻ്റെ ചഞ്ചലതയിൽ വരുന്നുവോ അത്രയും തീർത്തും അണ്ടർഗ്രൗണ്ടിലേക്ക് പോകൂ. ഏതെങ്കിലും പുതിയ ഇൻവെൻഷൻ, ശക്തിശാലി ഇൻവെൻഷനും അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകാന്തവാസിയാകുന്നത് തന്നെയാണ് അണ്ടർഗ്രൗണ്ട്. എത്ര സമയം ലഭിച്ചാലും, 1 മണിക്കൂറോ അരമണിക്കൂറോ ഒരുമിച്ച് സമയം ലഭിച്ചില്ലെങ്കിലും ഇടയിൽ 5 മിനിറ്റെങ്കിലും ലഭിച്ചാൽ സാഗരത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകൂ. ഇതിലൂടെ സങ്കല്പങ്ങൾക്ക് ബ്രേക്ക് ഇടാൻ സാധിക്കും. പിന്നെ വാണിയിലേക്ക് വരാൻ ആഗ്രഹിച്ചാൽ പോലും വരാൻ സാധിക്കില്ല. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ ആത്മാവ് മസ്തകമണിയാണ്.
ഞാൻ ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും സ്വരൂപം ധാരണ ചെയ്യുന്നു. മസ്തക മണിയായ എന്നിൽ നിന്നും നാലു ഭാഗത്തും അലൗകികതയുടെയും സ്വച്ഛതയുടെയും വൈബ്രേഷൻസ് വ്യാപിക്കുന്നു. ലൈറ്റ് മൈറ്റ് സ്വരൂപമായ ഞാൻ ഒരു സെക്കൻഡിൽ സർവശക്തിവാനായ ശിവ് ബാബയുടെ ശ്രേഷ്ഠ സംഘത്തിലിരിക്കുന്നു. പരമധാമത്തിൽ ജ്ഞാനസൂര്യൻ്റെ സന്മുഖത്തിരിക്കുമ്പോൾ ഈ ശ്രേഷ്ഠ സംഘത്തിലൂടെ എന്നിൽ സർവശക്തികളുടെയും നിറം പതിയുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസൂര്യനായി സ്വയം അനുഭവിക്കുന്നു. ഈ ശ്രേഷ്ഠ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് അന്യ ആത്മാക്കൾക്ക് മഹാദാനിയും വരദാനിയുമായി ഈശ്വരീയ ശക്തികളുടെ സകാശ് നൽകുന്നു.